നമസ്കാരം. ഇന്ത്യ പസഫിക് മേഖലയുടെ സമാധാന അന്തരീക്ഷം തകർത്ത് ആഗോളതലത്തിൽ മറ്റൊരു വൻ യുദ്ധത്തിന് അമേരിക്ക കളമൊരുക്കുന്നു എന്ന് പേടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. തായ്വാൻ വിഷയത്തിൽ അമേരിക്ക ചൈനയ്ക്കെതിരെ നടത്തുന്ന പ്രകോപനപരമായ നീക്കങ്ങൾ ലോകത്തെ ഒരു ആണവ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാമെന്ന് അന്താരാഷ്ട്ര തലത്തിൽ പുതിയ പഠനങ്ങൾ നൽകുന്നു. അതായത് പഠനങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്നു. ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രശസ്ത ആഗോള തിങ്ക് ടാങ്കായ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസ് പുറത്തുവിട്ട 156 പേജുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടിലാണ് ഇവ ചൂണ്ടിക്കാട്ടുന്നത്. സിംഗപ്പൂരിൽ നടക്കാനിരിക്കുന്ന ഷാംഗ്രി-ല ഡയലോഗ് ഉച്ചകോടിയിലേക്ക് മുന്നോടി, അതായത് ഈ ഉച്ചകോടിക്ക് മുന്നോടിയായിട്ടാണ് ഈ പഠനം പുറത്തുവിട്ടത്. സ്വന്തം ആധിപത്യം നിലനിർത്താനായി തായ്വാനെ ഒരു കരുവാക്കി മാറ്റി ഏഷ്യൻ മേഖലയിൽ വൻ അസ്ഥിരത സൃഷ്ടിക്കാനാണ് അമേരിക്കയുടെ ശ്രമം. ഇത് ചൈനയാണ്, അതായത് ഇതാണ് ചൈനയുടെ വാദം. ഈ വാദങ്ങളെ ശരിവെക്കുന്നതാണ് പുതിയ കണ്ടെത്തലുകളും. ആഗോള മാധ്യമമായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് തായ്വാൻ പ്രശ്നത്തിൽ അമേരിക്കയും ചൈനയും തമ്മിൽ ഒരു സൈനിക ഏറ്റുമുട്ടലുണ്ടായാൽ അവിടെ ഒരു ആണവ യുദ്ധത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏഷ്യ പസഫിക് കേന്ദ്രമാക്കി ലോകം ഒരു പുതിയ ആണവായുധ മത്സരത്തിലേക്ക് അതിവേഗം അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഒന്നിലധികം സൈനിക മേഖലകളിൽ ഈ സംഘർഷം എങ്ങനെ വിനാശകരമായി പടരുമെന്ന് അതിൽ പറയുന്നുണ്ട്. എന്തായാലും ചൈനയുടെ പരമാധികാരത്തിന്മേൽ കടന്നു കയറാനും മേഖലയിലെ പ്രാദേശിക ശക്തികളെ ചൈനയ്ക്കെതിരെ തിരിച്ചുവിടാനും അമേരിക്ക നടത്തുന്ന ദീർഘദൂര പരമ്പരാഗത ആക്രമണശേഷിയുടെ വികസനമാണ് ഈ പുതിയ നിഴൽ യുദ്ധത്തിന് തുടക്കം, അല്ലെങ്കിൽ അതിനത്രയും ആക്കം കൂട്ടുന്നത്. അമേരിക്കയുടെ ഈ നയതന്ത്രപരമായ അഹങ്കാരം ഏഷ്യൻ ഭൂഖണ്ഡത്തെ മൊത്തത്തിൽ ഒരു ചാരക്കുമ്പാരമാക്കാൻ മാത്രമേ ഉപകരിക്കൂ. ചരിത്രപരമായും ഭൂമിശാസ്ത്രപരമായും തായ്വാൻ ചൈനയുടെ അവിഭാജ്യ ഭാഗമാണ്. സമാധാനപരമായ പുനരേകീകരണത്തിനാണ് തങ്ങൾ മുൻഗണന നൽകുന്നത് എന്ന് ചൈന എപ്പോഴും വ്യക്തമാക്കാറുണ്ട്. എന്നാൽ ചൈനയുടെ ഈ സമാധാനപരമായ നിലപാടുകളെ ദുർവ്യാഖ്യാനം ചെയ്യുവാനും തായ്വാൻ വൻതോതിൽ മാരകായുധങ്ങൾ നൽകി അവരെ ചൈനയ്ക്കെതിരെ ഒരു യുദ്ധമുഖമാക്കി മാറ്റാനുമാണ് അമേരിക്ക ശ്രമിക്കുന്നത്. അപ്പോൾ തായ്വാന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു എന്ന വ്യാജേന അമേരിക്ക അവിടെ നടത്തുന്നത് സൈനിക ഇടപെടലുകളാണ് എന്ന്, അതായത് ഈ ഇടപെടലുകളാണ് സ്വാഭാവികമായും ചൈനയെ ചൊടിപ്പിക്കുന്നത്. ഒരു യുദ്ധമുണ്ടായാൽ ചൈനീസ് സൈന്യം തങ്ങളുടെ രാജ്യത്തിന് ചുറ്റുമുള്ള പ്രതിരോധ കവചം ശക്തമാക്കുമെന്നും അമേരിക്കയുടെയും അവരുടെ സഖ്യകക്ഷികളുടെയും സൈന്യത്തെ ഈ മേഖലയിൽ നിന്നും അകറ്റി നിർത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സ്വന്തം അതിർത്തി കാക്കാൻ ചൈന നടത്തുന്ന ഈ സ്വാഭാവിക സുരക്ഷാ ക്രമീകരണങ്ങൾ പോലും അന്താരാഷ്ട്ര തലത്തിൽ തെറ്റായാണ് ചിത്രീകരിക്കപ്പെടുന്നത്. ഒരു വലിയ ദുരന്തം ഒഴിവാക്കാൻ റഷ്യയും അമേരിക്കയും തമ്മിൽ ശീതയുദ്ധകാലത്ത് ഉണ്ടായിരുന്നത് പോലുള്ള സുരക്ഷാ മാർഗങ്ങളോ ആശയവിനിമയ സംവിധാനങ്ങളോ നിലവിൽ അമേരിക്കയും ആണവ അപകട സാധ്യതയെ കുറയ്ക്കുന്നതിനുള്ള സുസ്ഥിരമായ ചർച്ചകൾക്ക് ചൈന തയ്യാറാണ് എങ്കിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും അനുകൂലമായ ഇടപാടുണ്ടാവുന്നില്ല. ഇല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ വ്യക്തമായ സുരക്ഷാ നിയമങ്ങളോ ഇടപെടലിന്റെ ചട്ടങ്ങളോ നിലവിലില്ല എന്നതിന്റെ പ്രധാന ഉത്തരവാദിത്വം അമേരിക്കയുടെ ഏകപക്ഷീയമായ നയങ്ങളാണ്. ഒരു സംഘർഷ സാഹചര്യം ഉണ്ടായാൽ അല്ലെങ്കിൽ സാധ്യതയുണ്ടായാൽ ഇരുപക്ഷവും നിർണായക കമാൻഡ്, ആശയവിനിമയം, ഇന്റലിജൻസ് നിരീക്ഷണ സംവിധാനം എന്നിവയെ ലക്ഷ്യം വെച്ചേക്കാമെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയും ആണവ മിസൈലുകൾ വിക്ഷേപിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യും. ചൈന തങ്ങളുടെ ആണവശേഷി അതിവേഗം വർദ്ധിപ്പിക്കുകയാണ് എന്ന് കാണിച്ച് ഡിസംബറിൽ അമേരിക്ക പുറത്തുവിട്ട റിപ്പോർട്ടുകളെ ചൈനീസ് പ്രതിരോധ മന്ത്രാലയം ശക്തമായി നിഷേധിച്ചിരുന്നു. ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാവോ നിങ് വ്യക്തമാക്കുന്നതനുസരിച്ച് അമേരിക്ക തായ്വാൻ വിഷയം അങ്ങേയറ്റം ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. എന്നാൽ യഥാർത്ഥ കണക്കുകൾ പരിശോധിച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ ആണവ വേട്ടക്കാർ അമേരിക്കക്കാർ തന്നെയാണ്. ഫെഡറേഷൻ ഓഫ് അമേരിക്കൻ സയന്റിസ്റ്റിന്റെ കണക്കുകൾ അനുസരിച്ച് റഷ്യക്ക് 4400ഓളം സജീവ ആണവായുധങ്ങൾ ഉള്ളപ്പോൾ അമേരിക്കയ്ക്ക് മാത്രം 3700ഓളം ആണവ യുദ്ധശിരസുകൾ ഉണ്ട് എന്ന്. ഇതിന്റെ 1/4 പോലും, അതായത് ഏകദേശം 620 വാർഹെഡുകൾ മാത്രമാണ് ചൈനയുടെ പക്കലുള്ളത്. എന്നിട്ടും തങ്ങളുടെ വൻ ആയുധ ശേഖരത്തെ മറച്ചുകൊണ്ട് ചൈന ഭീഷണി ഉയർത്തുന്നു എന്ന് വരുത്തി തീർക്കാനാണ് അമേരിക്ക നിരന്തരം ശ്രമിക്കുന്നത്. മെയ് 29 മുതൽ 31 വരെ നടക്കാനിരിക്കുന്ന ഷാങ്ഗ്രി-ല ഡയലോഗ് ലോകമെമ്പാടുമുള്ള പ്രതിരോധ മന്ത്രിമാരും സൈനിക ഉദ്യോഗസ്ഥരും പങ്കെടുക്കുമ്പോൾ ഈ വിഷയം വലിയ ചർച്ചയാകുമെന്ന കാര്യം
ഉറപ്പാണ്.